Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് യൂനുസിലെ 44-ാമത്തെ സൂത്രമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ലാ യദ്ലിമുന്നാസ ശൈആ ولكن الناس أنفسهم يظلمون. إن الله തീർച്ചയായും അല്ലാഹു ലാ യദ്ലിമു അവൻ അക്രമം ചെയ്യുകയില്ല, അനീതി കാണിക്കുകയില്ല അന്നാസ ജനങ്ങളോട്, ഷൈഅൻ ഒരു തരത്തിലും. വലാകിന്നന്നാസ എന്നാൽ മനുഷ്യരോ അംഫുസഹും അവരെ തന്നെ യദ്ലിമൂൻ ആക്രമിക്കുന്നു അല്ലെങ്കിൽ അന്യായം ചെയ്യുന്നു. ഒന്നുകൂടെ അർത്ഥം പറയും. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലാ യദ്ലിമുന്നാസ ജനങ്ങളോട് അക്രമം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ജനങ്ങളോട് അന്യായം ചെയ്യുന്നില്ല, ഷൈഅൻ ഒന്നും ഒരു തരത്തിലും. വലാകിന്നന്നാസ എന്നാൽ മനുഷ്യർ അംഫുസഹും അവരോട് തന്നെ, അവരുടെ ജീവനുകളോട് ശരീരങ്ങളോട് തന്നെ യദ്ലിമൂൻ അന്യായം ചെയ്യുന്നു. ശരീരങ്ങളോടും ജീവനോടും മാത്രമല്ല, മുതലിനോടും അഭിമാനത്തോടും അന്തസ്സിനോടും സ്വാതന്ത്ര്യത്തോടുമൊക്കെ അന്യായം ചെയ്യും മനുഷ്യൻ. ആശയം വളരെ വ്യക്തമാണ്. ഇവിടെ ഇന്നല്ലാഹ ലാ യദ്ലിമു, ഇന്നല്ലാഹ അല്ലാഹ് ആ ഉച്ചാരണവും ലാ യദ്ലിമു അതിലുള്ള രണ്ടാണ്. അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഉച്ചാരണത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഒന്ന് ഇന്നല്ലാഹ, നാവ് മുകളിൽ വായിൻ്റെ മുകൾ ഭാഗത്താണ് വരേണ്ടത്. ഇന്നല്ലാഹ പല്ലുമക്കല്ല. ഇന്നല്ലാഹ പറ്റുമെങ്കിൽ നാവിൻ്റെ മധ്യഭാഗം, ഈ അറ്റല്ല, അറ്റത്തുനിന്ന് കുറച്ച് ചാപ്പാട്. ഇന്നല്ലാഹ അങ്ങനെയാണ്. അല്ലാഹ് അത് ആ ഒരു അക്ഷരത്തിന് മാത്രമുള്ളൂ അങ്ങനെ ഉച്ചാരണം. പിന്നെ പറഞ്ഞ ലുൽമ് എന്നുള്ള യദ്ലിമു അത് വളരെ ലഘുവായ അക്ഷരമാണ്. അത് നാവിൻ്റെ തുഞ്ചം പല്ലിൻ്റെ പുറകെ തട്ടിക്കുമ്പോൾ വരുന്ന യദ്ലിമു അത് ചെറിയൊരു ലളിതമായ അക്ഷരം. അല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ പറയാം, വണ്ണിപ്പിച്ച് പറയുന്ന. പണ്ടൊക്കെ മുസ്ലിയാക്കന്മാർ ഉസ്താദ്മാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പറയാം വണ്ണിപ്പിക്കാൻ വണ്ണം വെച്ചുള്ള മഹത്വപ്പെടുത്തിയുള്ള വർത്തമാനം എന്നാണ്. ആ അക്ഷരം രണ്ട് ലാമും ഇലാഹ് എന്നുള്ളതിൽ നിന്നുണ്ടായതാണല്ലോ. അത് പറയുമ്പോൾ തന്നെ ഇന്നല്ലാഹ അല്ലാഹുമ്മ അങ്ങനെ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലാ യദ്ലിമുന്നാസ ഷൈഅൻ ജനങ്ങളോട് അക്രമം ചെയ്യുകയില്ല, അന്യായം ചെയ്യുകയില്ല. ഈ ലോകത്തുള്ള സൃഷ്ടികളിലും അല്ലാഹു ആരോടും അന്യായം ചെയ്തിട്ടില്ല. അല്ലാഹുവിൻ്റെ ദീൻ, അല്ലാഹുവിൻ്റെ നിയമം എന്നും നീതിയാണ്. അദ്ലും ഖിസ്തും പ്രത്യേകം പ്രപഞ്ചം അങ്ങനെയാണ്, നീതിയിൽ അധിഷ്ഠിതമാണ്. അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന നിയമവും നീതിയിൽ അധിഷ്ഠിതമാണ്. എല്ലാ ജീവജാലങ്ങളും അത് പാലിക്കും, മനുഷ്യനും ജിന്നുകളും ഒഴികെ. അവർക്ക് അള്ളാഹുവിൻ്റെ നിയമമായ നീതിയെ, സമത്വത്തെ, സമാധാനത്തെ ഒക്കെ ലംഘിക്കാൻ കഴിയും, മറ്റൊരു ജീവിക്കും കഴിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമമാണ് മനുഷ്യന് നീതിയും സമാധാനവും നൽകുന്നത്. അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമവും അങ്ങനെ തന്നെ, അള്ളാഹുവിൻ്റെ സന്മാർഗ നിയമവും അങ്ങനെ തന്നെ. രണ്ടു തരം നിയമമാണല്ലോ, പ്രാപഞ്ചിക നിയമം, സാൻമാർഗിക നിയമം. ഈ സാൻമാർഗിക നിയമം ബാധകമാവുക നിയമലംഘനത്തിന് സാധ്യതയുള്ള, കഴിവുള്ള, സ്വാതന്ത്ര്യമുള്ള മനുഷ്യനും ജിന്നിനും മാത്രം. മറ്റുള്ളവർക്കൊക്കെ തെക്വീനിയായ നിയമം എന്നതിന് പറയുക, പ്രപഞ്ചത്തിൻ്റെ നിയമം. എല്ലാ ജീവികൾക്കും അത് പാലിച്ചേ പറ്റൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ബാധകമാണ്. തെക്വീനിയായ പ്രാപഞ്ചികമായ നിയമം അത് നമ്മളെല്ലാ മനുഷ്യരും പാലിച്ചുകൊണ്ടിരിക്കും. പാലിക്കണം. കാലുകൊണ്ട് നടക്കുക, കൈകൊണ്ട് പിടിക്കുക, കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, കണ്ണോട് കാണുക, കാതുകൊണ്ട് കേൾക്കുക, മൂക്കുകൊണ്ട് ശ്വസിക്കുക, വായുകൊണ്ട് വർത്തമാനം പറയുക, ഭക്ഷണം. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും അത് പാലിച്ചേ പറ്റൂ.
എന്നാൽ സാൻമാർഗികമായ അതിൽ ഹിദായത്ത് എന്ന് പറയും, തശ്രീഇയായ നിയമം എന്ന് പറയും. തക്വീനി, തശ്രീഇ. ഈ തശ്രീഇയായ നിയമമാണ് അള്ളാഹിൻ്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അത് പാലിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. എന്നാൽ പാലിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ജിന്നുകളും ഒന്ന് തന്നെ. പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്, പാലിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്തുകൊണ്ട് ഇങ്ങനെ? അള്ളാഹു നീതിമാനായതുകൊണ്ടാണ്. ഈ നിയമം പാലിച്ചില്ലെങ്കിലോ ലംഘിച്ചാലോ അതിന് ചിലപ്പോൾ ദുനിയാവിൽ തന്നെ അള്ളാഹു തആല ശിക്ഷിക്കും, ഇല്ലെങ്കിൽ പരലോകത്ത് എന്തായാലും ശിക്ഷിക്കും. അത് അള്ളാഹു നീതികേട് ചെയ്യുന്നത് കൊണ്ടല്ല, മനുഷ്യൻ നീതികേട് ചെയ്യുന്നത് കൊണ്ടാണ്, മനുഷ്യൻ അനീതി ചെയ്യുന്നത് കൊണ്ടാണ്. അനീതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യന് സമാധാനമായി ജീവിക്കുന്നതിന് ആവശ്യമായ നിയമം അള്ളാഹു അത് പാലിക്കാതിരിക്കുക. വളരെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കാണുന്ന അറിയുന്ന അമേരിക്കയുടെ ഇറാൻ ആക്രമണം. വളരെ വ്യക്തമാണല്ലോ, അന്യായമാണ്, അക്രമമാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ എത്ര കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്? 11,657 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. 11,600, 12,000 കിലോ. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് മനുഷ്യരെ കൊല്ലണത്. അപ്പോൾ പറയാം അത് ഇറാനല്ലേ, ഓല ആക്രമിച്ചാൽ നമുക്ക് കേസ് ഉണ്ടാകാൻ പാടുണ്ടോ? അത് ഇറാൻ എന്ന രാജ്യമായതുകൊണ്ടല്ല, മർദ്ദിക്കപ്പെട്ടവർ, അന്യായമായി മർദ്ദിക്കപ്പെട്ടവർ, അത് മുസ്ലിമീങ്ങളാണോ ഹിന്ദുക്കളാണോ നോക്കിയിട്ടല്ല. നമ്മളെ നാട്ടിലൊരു ദുർബലനായ ഹൈന്ദവ സഹോദരനെ എല്ലാവരും കൂടി ഉപദ്രവിച്ചാൽ നമ്മൾ നോക്കിക്കാൻ പാടുണ്ടോ? നമ്മൾ മർദ്ദിതരുടെ പക്ഷത്ത് നിൽക്കണം. ഇത് വളരെ സ്വാഭാവികമായൊരു നീതിയുടെ താല്പര്യമാണ്. എന്നിട്ടോ 155 ചെറിയ പെൺകുട്ടികളെ കൊന്നു അവർ, ഈ കൊലപാതകം. അപ്പോൾ പറയും അത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ കൊല്ലപ്പെട്ടതാണ്, കരുതി കൂട്ടി കൊന്നതല്ലേ. അനീതി രാഷ്ട്രീയ കൊലപാതകം, അങ്ങനെയുണ്ട് നമ്മളെ ആളുകൾക്കൊരു പ്രയോഗം. അത് രാഷ്ട്രീയ കൊലപാതകമല്ലേ, വളരെ നിസ്സാരം. ഒരു ഉറുമ്പിനെ കൊല്ല മാതിരി, പാമ്പിനെ കൊല്ലണ മാതിരി, അത് രാഷ്ട്രീയ കൊലപാതകം. ഇങ്ങനെ മതകൊലപാതകം, രാഷ്ട്രീയ കൊലപാതകം, സാമ്പത്തിക കൊലപാതകം, സാംസ്കാരിക കൊലപാതകം, സാമൂഹിക കൊലപാതകം, ജാതി കൊലപാതകം, ഇങ്ങനെയൊന്നുമില്ല. വലാ തഖുത്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹ്, അള്ളാഹു വിശുദ്ധമാക്കിയ ജീവനെ കൊല്ലരുത് എന്നാണ് ഖുർആൻ്റെ കൽപ്പന. ആ ഖുർആൻ്റെ കൽപ്പനയാണ്. അവിടെ രാഷ്ട്രീയമാകുമ്പോൾ അനുവദനീയവും, മതമാകുമ്പോൾ വിരോധവും, ജാതിയാകുമ്പോൾ കടുത്ത വിരോധവും, ഇങ്ങനെയൊന്നുമില്ല. ഇത് അനീതി, മനുഷ്യൻ അനീതി ചെയ്യാന്ന് അവിടെ അള്ളാഹ് പറയണത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നിശ്ചയിച്ച നിയമത്തെ ലംഘിക്കുന്നവരെ അതികഠിനമായി ശിക്ഷിക്കും. അത് അള്ളാഹിൻ്റെ കുഴപ്പം കൊണ്ടല്ല, മനുഷ്യന്മാർ അള്ളാഹിൻ്റെ നിയമം പാലിക്കാത്തത് കൊണ്ടാണ്. അനീതി ചെയ്യുന്നത് മനുഷ്യന്മാരാണല്ലോ. മനുഷ്യന്മാരാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വർഗീയ കലാപങ്ങൾക്കൊക്കെ കാരണം ആരാ? മനുഷ്യന്മാർ തന്നെയാണ്. ആൾക്കൂട്ട കൊലപാതകത്തിന് ആരാ കാരണം? മനുഷ്യന്മാർ തന്നെയാണ്. ഇവിടെ ഈ സാധുക്കളായ മനുഷ്യന്മാർ കൂടുതൽ സാധുക്കളായ ചേരികളിൽ താമസിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്. ആരാണ് ഭരണകൂടം? മനുഷ്യന്മാർ തിരഞ്ഞെടുക്കണത് തന്നെ, അന്യായം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം മനുഷ്യന്മാർ ഈ രാജ്യത്ത് പട്ടിണി മാറ്റാൻ ആവശ്യമായ വിഭവങ്ങൾ അല്ലാഹ് നൽകിയിട്ടുണ്ട്. സമ്പന്ന രാജ്യങ്ങൾ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാനിട്ടാണ്. അവരുടെ വരുമാനം, അവരുടെ ഗോതമ്പിൻ്റെ വിളവ് വർദ്ധിച്ചാൽ അത് സാധുക്കൾക്ക് വിട്ടുകൊടുക്കില്ല. പിന്നെന്ത് ചെയ്യും? കടലിൽ താഴ്ത്തും. കടലിൽ കൊണ്ടുപോയി നശിപ്പിക്കും വൻകിട രാഷ്ട്രങ്ങൾ സമ്പത്തിനെ. പിന്നെ നമ്മളെ മുസ്ലിം രാജ്യങ്ങളുടെ കഥ പറയണ്ടല്ലോ. അവിടെ അവർക്ക് സുഖിക്കാനും അവർക്ക് ഭോഗിക്കാനും അവർക്ക് അവരുടെ സൗകര്യം. പട്ടിണി കിടക്കുന്നവരെ പലപ്പോഴും കാണാറില്ല. ഇപ്പം രാജ്യത്ത് ലോകത്തൊക്കെ തന്നെയും എല്ലാ മനുഷ്യന്മാർക്കും പട്ടിണി മാറ്റാൻ ആവശ്യമായ വിഭവങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത് വിനിയോഗിക്കുന്നതിലെ നീതികേടാണ് മനുഷ്യന്മാർ അനുഭവിക്കുന്നതൊക്കെയും. അതാണ് ഇന്നല്ലാഹ ലാ യളിമുൻ നാസ, അള്ളാഹു മനുഷ്യരോട് അന്യായം ചെയ്യില്ല. അള്ളാഹു നീതിയാണ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് കൊടുത്തിട്ടില്ല. അലോകത്ത് ഒരാൾ കൊട്ടാരം പണി കഴിപ്പിക്കുന്ന 5 കോടി 6 കോടി 10 കോടിയൊക്കെ ചിലവ്, അതിൻ്റെ തൊട്ട് മതിലിൻ്റെ അപ്പുറത്തുണ്ടാവും ചോർന്നൊലിക്കുന്ന കൂരയിൽ താമസിക്കുന്ന അയാളുടെ കുടുംബക്കാരൻ തിരിഞ്ഞു വെക്കില്ല. ഒരാളടുത്ത് സമ്പത്ത് കൊടുത്തിരിക്കുന്നത് അയാൾക്ക് ഒറ്റക്കല്ല, ഇയാൾക്ക് സക്കാത്ത് കൊടുക്കണം, സ്വതക്ക കൊടുക്കണം, വീടുണ്ടാക്കി കൊടുക്കണം, പട്ടിണി മാറ്റണം. ഇതും കൂടി അള്ളാഹ് പറഞ്ഞതാണ്. അപ്പോൾ അല്ലാഹു തആല മനുഷ്യനോട് അന്യായം ചെയ്തതല്ല. മനുഷ്യന്മാർ സ്വയം, അത് വ്യക്തിപരമാവട്ടെ, ഇനി സാമുദായികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, രാഷ്ട്രാന്തരീയമാകട്ടെ,
ഒക്കെ മനുഷ്യന്മാരോട് ചെയ്യുന്ന അന്യായത്തിൻ്റെ ഫലമാണ് ഇവിടെ കാണുന്ന എല്ലാ പ്രയാസങ്ങളും. എന്തേ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ തകർന്നടിഞ്ഞത്? ഒരാരോപണം ഉന്നയിച്ച് അവരാൻ തകർത്തു നശിപ്പിച്ച് കളഞ്ഞു. ഇറാഖ് എന്ന രാജ്യം അല്പമൊക്കെ സാമ്പത്തിക ഭേദമുള്ള, ആയുധശേഷിയുള്ള, ആൾബലമുള്ള ഒരു രാജ്യം, ഇന്നും അവരുടെ തകർച്ചയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിട്ടില്ല. എന്താ കാരണം? ഇടപെടലാണ്. സുഡാൻ, എന്താ രാജ്യം ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു, നശിപ്പിച്ചു. ഇങ്ങനെ നമ്മുടെ രാജ്യം മനുഷ്യ വിഭവത്തിലും പ്രകൃതി വിഭവത്തിലും ഇത്ര സമ്പന്നമായ രാജ്യമില്ല. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ പട്ടിണി ഉണ്ടാകണം? നീതിപൂർവമായ വിതരണ സംവിധാനങ്ങളൊന്നുമില്ല. അതാണ് ഇന്നല്ലാഹ ലാ യദ്ലിമുൻ നാസ ശൈഅൻ, അള്ളാഹു മനുഷ്യരോട് അന്യായം ചെയ്യുക. ഇനി അള്ളാഹ് ശിക്ഷിക്കും ഇത്തരം ആളുകളെയൊക്കെ. അപ്പോൾ അള്ളാഹ് മനുഷ്യരോട് അന്യായം ചെയ്യല്ലത്, അവരുടെ കയ്യിരിപ്പിനുള്ള ഫലം അവർ ഇന്നല്ലെങ്കിൽ നാളെ, ഇഹലോകത്തിലല്ലെങ്കിൽ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. അതാണ് അള്ളാഹ് മനുഷ്യരോട് അന്യായം ചെയ്യൂല. വലാകിന്ന നാസ, എന്നാൽ മനുഷ്യരോ അംഫുസഹും, അവരെ തന്നെ മനുഷ്യവർഗത്തോട് തന്നെ യദ്ലിമൂന, അന്യായം ചെയ്യുന്നു, ദുൽമു ചെയ്യുന്നു. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ ഇത് പല സ്ഥലത്തും അല്ലാഹു തആല പല തലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇന്നല്ലാഹ ലാ യദ്ലിമുൻ നാസ. ഉച്ചരിക്കുമ്പോഴും ആ വ്യത്യാസം നമ്മൾക്കെങ്കിലും അനുഭവപ്പെടണം, കേൾക്കുന്നവർക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും നമ്മളത് ശ്രദ്ധിച്ചു ചെയ്യണം. ഇന്നല്ലാഹ ലാ യദ്ലിമുൻ നാസ, ഇന്നല്ലാഹ യുളില്ലുല്ലാഹു ലാലിമീൻ എന്ന് സൂറത്തുൽ നൂറിലൊക്കെ വന്നത്. യുളില്ലുല്ലാഹു ലാലിമീൻ, 3 ലാഹു, യുളില്ലുല്ലാഹു ലാലിമീൻ, 3 ലാ എന്നുള്ളതും അത് 3 വ്യത്യാസമുണ്ട് എന്ന് ഉച്ചരിക്കുമ്പോൾ അത് ബോധ്യം വരണം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യദ്ലിമുൻ നാസ, ജനങ്ങളോട് അന്യായം ചെയ്യുകയില്ല, ഷൈഅൻ, ഒരു തരത്തിലും. വലാകിന്ന നാസ, എന്നാൽ മനുഷ്യരോ അംഫുസഹും, അവരോട് തന്നെ യദ്ലിമൂന, അക്രമം പ്രവർത്തിക്കുന്നു, അന്യായം പ്രവർത്തിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും, നമ്മൾ ഇടപഴകുന്ന എല്ലാവരോടും എല്ലാറ്റിനോടും നീതിപൂർവമായി അള്ളാഹു തൃപ്തിപ്പെട്ട വരുത്തപ്പെട്ട നിലപാട് സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവും. അനീതിയും അക്രമവും നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എല്ലാം പുറത്തു നൽകി നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. തമ്പുരാനെ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ, പോരായ്മകൾ, ന്യൂനതകൾ, അന്യായങ്ങൾ, അക്രമങ്ങൾ എല്ലാം ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകി ഞങ്ങളെ നീ സഹായിക്കുമാറാകണം. അവസാനം മരണം ഈമാനോട് കൂടിയാക്കി തരണം. മരണാനന്തരം ഞങ്ങളുടെ വിചാരണ എളുപ്പമുള്ള വിചാരണയാക്കുകയും ഞങ്ങളുടെ കർമ്മരേഖ ഞങ്ങളുടെ വലതു കൈയിൽ നൽകിയിട്ട് ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകണം. ഇടതു കൈയിൽ കർമ്മരേഖ നൽകപ്പെട്ട് നരകത്തിലേക്ക് തെളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടാതെ ഞങ്ങളെ നീ കാക്കണേ രക്ഷിതാവേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.